ഗായ്സ്, ഗുഡ് ഈവനിങ്. സമയം ഏകദേശം 6:30 അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിൽ സീനറി കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാ എൻ്റെ കൂടെ ഒരാളിരിപ്പുണ്ട്. നമ്മളപ്പം ഈവനിങ് വോക്ക് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ ഒരു ജെറ്റ് വിമാനം പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അൽ മസ്കറ്റ് സീരീസ് വ്ളോഗ്. നമ്മളപ്പം ഇടവഴി തേടിയുള്ള യാത്ര തുടങ്ങുകയാണ്. ലെറ്റ്സ് ഗോ. ഇവിടെ ജെറ്റ് വിമാനത്തിന് മുമ്പ് പോയാൽ നമ്മൾ ഇൻട്രോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പോയി കഴിഞ്ഞാൽ അങ്ങ് എത്തി നടപ്പാട് വരുന്നത്. നമ്മൾ വീണ്ടും റോഡിൽ കൂടെ നടക്കുന്നത്. ഇവിടെ ഒരു BMW കിടപ്പുണ്ട്. ഏതോ സാധനമാണ് എനിക്ക് അറിഞ്ഞൂടെ. ഇവിടുത്തെ കിടിലൊരു വീടാണ്. ഏതോ അറബിയുടെ കിടത്തിയുണ്ട്. ഈ ഒരു വണ്ടി ജെട്ടൂർ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ ഡിഫൻഡറിൻ്റെയൊക്കെ ഒരു ലുക്ക്. ഡിഫൻഡർ മറ്റെന്താ 110 അങ്ങനെ ഒരു മോഡൽ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ലുക്കുള്ളൊരു വണ്ടി. ഇവിടെ എന്തോ ഒരു കിയൻ്റെ കാറ്. നമ്മളപ്പോൾ പുതിയ വഴി തേടിയുള്ള യാത്ര വീണ്ടും തുടങ്ങുകയാണ്. ചിലപ്പോൾ ഇത് മെയിൻ വ്ളോഗായിരിക്കും. ഷോർട്ട് വ്ളോഗ് ഇടാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ മെയിൻ വ്ളോഗ് ഇടാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് എന്തായാലും നടക്കാം. നമ്മളെ വഴി ഇതാണ്. നമ്മളങ്ങോട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും ഇതിലേ കൂടെ പോയിട്ട് നമ്മളെ മറ്റേ വഴി കൂടെയുള്ള വഴി നമുക്ക് നോക്കാം. ഇപ്പോഴാണ് നമ്മളെ ചലഞ്ചർ അന്ന് കിടന്ന ആ ഒരു അനാഥപ്രദം പോലെ വണ്ടി കിടന്ന സ്ഥലം. ഇന്ന് ആ വണ്ടിയില്ല. ഇവിടെ നമ്മുടെ ബസ് കുഴപ്പമുണ്ട്. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നത് മസ്താങ് ആയിരുന്നത്. എനിക്ക് തോന്നുന്നു നിസാൻ GTR അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. മസ്താങ് ആണത്. ഫോർഡ് മസ്താങ് GT ആണ് ആ വണ്ടി കിടന്നത്. സോ എനിക്ക് തോന്നുന്നു വ്ളോഗ് വന്ന് ഇപ്പോൾ ഈ വ്ളോഗ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വരാറായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഊഹ. ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വ്ളോഗ് എടുക്കുമ്പോൾ ആ വ്ളോഗ് വരാറായിട്ടുണ്ടായ നാളെ കണ്ടാണ് ആ വ്ളോഗ് വരുന്നതെന്ന് തോന്നുന്നു. അതായത് ഈ വ്ളോഗ് വരുമ്പോഴത്തേക്കും വ്ളോഗ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ബട്ട് ഞാൻ ഈ വ്ളോഗ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ വ്ളോഗ് റിലീസായിട്ടില്ല. സോ എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഞാൻ മിക്കവാറും ഏറി കയറും അത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ പ്രാവുണ്ട്. നൈസ് പ്രാവ്. ഇതുകൊണ്ട് ഇവിടെ ഫുള്ള് പ്രാവ്. അതെ, പ്രാവിന് കൂടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. എന്താ ഇവിടെയുണ്ട് പ്രാവ്. ഇവിടെയാണ് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണം. വീണ്ടും ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് ഡിസ്റ്റർബൻസ് ആണ് ബസ്സുകൾ. യവന്മാരി രാത്രി ആകുമ്പോൾ എടുത്തുകൊണ്ട് പോവും. എന്താണ് ഒരാൾ ക്യാമറയിലൊക്കെ പിടിക്കുന്നുണ്ട്. ഹലോ, നമ്മളപ്പം അന്ന് പോയ ഈ വഴിയാണത്. ഈ വഴി നമുക്കിന്ന് ഈ വഴി പോവാം. അവിടെ ആൾക്കാരൊക്കെ ആയിരിക്കും, നമുക്കത് കഴിഞ്ഞിട്ട് എടുക്കാം. നമ്മളന്ന് ഈ വഴി പോയാണ് നമ്മൾ പുതിയ വഴി കണ്ടുപിടിച്ചത്, മുണ്ട് കൊടുത്ത് വന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ വഴി പോവാം. ഈ വഴി പോയിട്ട് എവിടെ ചെന്ന് കയറുമെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളപ്പോൾ ഇങ്ങനെ നടന്നാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ആ വന്ന വഴിയാണ് ഈ കാണുന്ന വഴി. ഈ വഴി നടന്നാണ് നമ്മൾ അപ്പുറത്ത് മറ്റൊരു അവിടെ നിന്ന് കയറി വരുന്നൊരു വഴിയുണ്ട്. അത് ഇവിടെ നിന്നാണ് നമ്മൾ അന്ന് വന്ന് ഇവിടെയൊക്കെ ഒന്ന് കയറിയത്. ഇവിടെ കുറച്ച് വീടുണ്ട്. ഇവിടെ പൂച്ചകൾ കുറേയുണ്ട്. പൂച്ചകൾ നിറയുണ്ട്. നമ്മളപ്പം ഈ റൂട്ട് പിടിക്കുന്നത്. അവിടെ നിന്നൊരു വഴി പോകുന്നുണ്ട്. സോ അതും മറ്റേ റോഡിലാണ് തോന്നുന്നു വന്ന് കയറുന്നത്. ഇവിടെ നിന്നും വഴി പോകുന്നുണ്ട്. അങ്ങോട്ടും വഴികളുണ്ട്, ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട്. എന്താ ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് അന്ന് വന്ന് കയറുന്നത്. അതെ, ഇവിടെ വന്ന് നമ്മൾ ചാടുന്നു. ഇങ്ങനെ റോഡ് പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഇവിടെയുണ്ട് റോഡ്, ഇവിടെയുണ്ട് വഴി. ഇതൊക്കെ എൻ്റെ ഡെഡ് എൻഡ് ആയിരിക്കും. ഇവിടെയൊക്കെ ഫ്ലാറ്റുകളാണ്, മൊത്തം ഫ്ലാറ്റുകൾ. നമ്മുടെ അവിടെ ഞാൻ ഈ ഇത് കാണുമ്പോൾ മറ്റേ ചെന്നൈയിൽ പോകുന്ന ഒരു അവസ്ഥയാണ്. ചെന്നൈയിൽ പോകുമ്പോൾ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. മീൻസ് എന്താണ്, ചെന്നൈയിൽ നമ്മളിതുപോലെ നടന്നു കഴിഞ്ഞ് ഇതുപോലെ കുറേ സ്ഥലങ്ങളാണ്. ഈ മലയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഈ മലയും കുന്നൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ചെന്നൈ ചെന്ന പോലെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കാണുമ്പോൾ. എവിടേക്കും ഒരു ചെന്നൈ ചെന്നൊരു ഫീലുണ്ട്. ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂരും പറയാൻ കേട്ടോ. ചെന്നൈ മാത്രമൊന്നും ഞാൻ പറയുന്നില്ല. ബാംഗ്ലൂരും ചെന്നാലും ഇതുപോലെയൊക്കെ തന്നെ തോന്നും. പക്ഷെ ഈ കൺസ്ട്രക്ഷൻ ഒരു മറ്റേ ഇത് എന്താ ഒരു താജ്മഹൽ ഒരു മുസ്ലിം ടച്ചുള്ള കാരണം നമുക്ക് പിടിയിട്ടായണ്ട. ഫുള്ളി ഈ മഹാൾ സെറ്റപ്പാണ്. എല്ലാം കൺസ്ട്രക്ഷൻ കണ്ട എല്ലാത്തിൻ്റെ ഒരു മഹാൾ. ആ ഒരു ലുക്കാണ്. എന്താ ഇവിടുത്തെ ഈ ഒരു കൺസ്ട്രക്ഷൻ പൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ ഡെഡ് എൻഡാണ് കണ്ട. ഈ മലേൻ്റെ ഇവിടെ വന്ന് നിൽക്കുക. എല്ലാറ്റത്തും മല തന്നെയാണ്. നമ്മുടെ ചുറ്റും മലയാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞത്. കണ്ട ഇവിടെ മല. ഈ മല ഇങ്ങനെ ചുറ്റും നിൽക്കുന്ന അതിൻ്റെ നടുക്കാണ് നമ്മുടെ ഈ ഒരു കോളനി പോലത്തെ ഈ പ്രദേശം. കോളനിയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റുകളൊക്കെ ഈ മലയ്ക്കകത്താണ് ഇരിക്കുന്നത്. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് ദൂരത്തിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണിയല്ല. ഇവിടെയൊക്കെ വഴികളുണ്ടെന്ന്. നമ്മൾ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് വഴി കാണും. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. എവിടെ ചെന്നാലും ഒരു എൻഡ് ഉണ്ട് എല്ലാത്തിനും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു എൻഡ് ഡെഡ് എൻഡ്, അല്ലെങ്കിൽ വഴി ഇങ്ങോട്ടെങ്കിലും ഇങ്ങനെ കുറുക്ക് വഴി. നമ്മളപ്പോൾ ഈ കുറുക്ക് വഴി തേടിയുള്ള യാത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗിന് നമ്മൾ കുറുക്ക് വഴി തേടിയുള്ള യാത്രയെന്ന് വേണം പറയാം. ഇവിടുത്തെ
വേണ്ട, എല്ലായിടത്തോട്ടും റോഡുണ്ട്. എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് എൻഡ് ആവുന്നുണ്ട് മെയിൻ റോഡുകളിലേക്കും. അതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റോഡുകളുണ്ട്. എല്ലാം മെയിൻ റോഡിൽ വന്ന് ചാടാനുള്ളൊരു വഴികളുണ്ട്. എവിടെ നിന്ന് കയറിയാൽ നമുക്ക് മെയിൻ റോഡിൽ വന്ന് ചാടാം. ബെൻസ് ഇത് മറ്റേ ഇതല്ലേ, വിൻറ്റേജ് സാധനമല്ലേ ഇത്? ഇനെന്തോ പറയുന്നത്, സി ക്ലാസ്സോ ബി ക്ലാസ്സോ 500 SCS എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സി ക്ലാസ്. എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു സി ക്ലാസ് ബെൻസ് എന്ന് തോന്നുന്നു. വണ്ടിയെ പറ്റി ധാരണയില്ല, ഏറി പോകാതിരിക്കണം. കഴിഞ്ഞ വീഡിയോ മിക്കവാറും ഞാൻ ഏറി പോകും. അപ്പോൾ ഇതിൽ കൂടെ ആകുമ്പോഴത്തേക്കും ഏറിപ്പോക്ക് കൂടത്തെ. എന്താ എല്ലാം നമ്മുടെ ഇത് കൊള്ളാമല്ലോ സാധനം, ഈ കാറ്റ് കൊള്ളാമല്ലോ. ഇവിടെ മറ്റേ സ്ട്രക്ചർ പൊളിയാണ് കേട്ടോ. നമുക്കൊരു സിനിമയൊക്കെ എടുക്കാം വേണമെങ്കിൽ. ആ രീതിക്കുണ്ട് ഇവിടുത്തെ സ്ട്രക്ചറുകളൊക്കെ, വീടിൻ്റെയൊക്കെ. കാരണം ഇവിടെ ഉണ്ട്, ഇവിടെ വന്ന് മിനിറ്റ് ഇവിടെയൊക്കെ എന്താണ് കുഞ്ഞു കുഞ്ഞു വഴികളാണ് പിന്നുള്ളത്. നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു വഴികൾ അന്വേഷിച്ചാണ് യാത്ര. ഒരാൾ എന്ത് പറയണേ, എന്താണ് എടുത്ത് കാര്യമായിട്ട് എന്തോ ബഹളം വയ്ക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലം കൊള്ളാം കേട്ടോ, സീനറി മോനി കേട്ടാ. ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഒരു മിനിറ്റ്. നമ്മൾ അന്ന് നടന്നു വന്ന വഴിയാണിത്. അതായത് ഇതിന് മുമ്പ് വരുന്ന വ്ളോഗിൽ കാണിക്കുന്ന ആ വഴിയാണ് ഇതെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടത്, കണ്ട എന്തോ ഒരു എന്തത് സമ അൽ കാലിൽ ട്രേഡിങ് റീറ്റെയിൽ സെയിൽസ് ഇൻ സ്പെഷ്യലൈസ്ഡ് സ്റ്റോർ ഓഫ് ഹൗസ് ഹോൾഡ് അപ്ലയൻസ്. ഓക്കെ, ഇവിടെ മൊത്തം മറ്റേ ആര്യവപ്പല്ല, അത് തന്നെ ആര്യവപ്പ്. അത് അല്ല, മൊത്തം ആര്യവപ്പിൻ്റെ തണലൊരു ബാക്ക്ഗ്രൗണ്ട്, മോനെ പൊളി ബാക്ക്ഗ്രൗണ്ട്. അല്ല, ഇവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ കുറച്ച് സ്ഥലം. ഇതെനിക്ക് നല്ലൊരു കറക്റ്റ് ചെന്നൈ ചെന്ന പോലെ ഉണ്ട്. ചെന്നൈയിൽ മറ്റേ ആ സ്ഥലത്തിൻ്റെ പേരും മറന്നു, ഞാൻ പണ്ട് പോയിട്ടുള്ള. എനിക്ക് അവിടെ ഓർമ്മ തന്നെ. ബാംഗ്ലൂരും പോയിട്ടുണ്ട്, പക്ഷേ ബാംഗ്ലൂർ ഇതുപോലെ നടന്നിട്ടില്ല. ചെന്നൈയിൽ ഇങ്ങനെ അലഞ്ഞിട്ട് നടന്നിട്ടുണ്ട് അങ്ങോട്ടും അങ്ങോട്ടും. ഇത് ഞാൻ മറ്റേ സ്ഥലത്ത് വന്ന് കയറിയിട്ടുണ്ട്. നമ്മൾ അന്ന് കണ്ട ഒമാൻ്റെ കൊടി, ആ കെട്ടിടം ഇവിടെ വന്ന് ചാടി കണ്ടാ. സെയിം വഴി എല്ലായിടവും ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വഴിക്കും ചെന്ന് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു റോഡിൽ വന്ന് കയറും. അതുകൊണ്ട് കുഴപ്പമില്ല, എങ്ങോട്ട് ചാടിയാലും നമുക്ക് വന്ന് ചാടാം. നമ്മൾ എങ്ങോട്ട് പോകും? അങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണോ? ഇങ്ങോട്ട് പോയാലേ? ഇവിടെ കണ്ട പൂച്ചയൊക്കെ ഉണ്ട്, നിറച്ച് പൂച്ച. ഇവിടെ പൂച്ച കൂടുതലാണ് കേട്ടോ, കേരളത്തിലെ പോലെ തന്നെ ഇവിടെയും പൂച്ചയുണ്ട്. ഈ കുണക്കാച്ചി പൂച്ചയുണ്ട്, അവിടെ ദൂരത്തിൽ പൂച്ചകൾ നിൽക്കുന്നുണ്ടാ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട വീടുകൾ ഇവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, ഇത് കൂടാതെ രാത്രിയിൽ ഇവന്മാർ സർവറാണ് ആ വേസ്റ്റ് വീലിൻ്റെ അവിടെ. പിന്നെ അതാ നമ്മൾ ആ വീടെടുക്കുന്നതിൻ്റെ നേരെ ഇപ്പം നമ്മൾ നടന്നു വന്ന വഴിയുണ്ടല്ലോ, ആ വഴീൻ്റെ അവിടെയൊക്കെ ഇതിങ്ങൾ അലഞ്ഞിരിഞ്ഞ് നടക്കണം. ഒരു പുള്ളിക്കാരൻ ഫുഡ് കൊണ്ട് കൊടുക്കും. അത് കഴിക്കാൻ വേണ്ടി മറ്റേ ഈ സമൂഹ സദ്യക്ക് ആൾ വന്ന പോലെ ഇങ്ങനെ 4 പാടത്തും നിങ്ങൾ വന്ന് കയറും. രാത്രി ഇരിക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. ആ കാണുന്ന റോഡ് നേരെ ഒന്ന് അവിടെ ചെന്ന് എൻഡ് ചെയ്യും. ആ റോഡിൽ കൂടെ വന്ന് തെറ്റില്ല, ഇവിടെ നടക്കും. ഈ റോഡിൽ എല്ലാത്തിനും ഒരേ എൻഡേ ഉള്ളൂ. അതായത് എല്ലാം ചെന്നൊരു സ്ഥലത്ത് ചെല്ലും. അങ്ങോട്ട് ചെന്നാലും ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ വരാം. ഇതിലേക്കൂടെ കറങ്ങി ഇതിലേക്കൂടെ കറങ്ങി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കയറാം. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കാണിച്ചാളാം. എല്ലാം ഈ റോഡിൽ തന്നെ വന്ന് കയറും, വേറെ വ്യത്യാസമൊന്നുമില്ല. കണ്ടതേ ഇപ്പം ആ ട്രക്ക് അവിടുന്ന് നിന്നാണ്, അതിനകത്തുനിന്ന്. അതായത് മറ്റേ നേരത്തെ കാണിച്ചാൽ ഗ്യാപ്പിൽ നിന്ന് കയറി വന്ന് ഇവിടെ കൂടെ വന്ന് ഇങ്ങനെ അങ്ങ് പോയി. ഇവിടുത്തെ മറ്റേ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കാണാൻ നല്ല രസമാണ്. MG ഒരു വണ്ടിയില്ലേ കിടക്കുന്നത്, MG മോറിസ് ഗ്യാരേജ്. നമ്മളവിടത്തേക്ക് VIP സാധനങ്ങൾ, VIP സാധനങ്ങളാണ് ഇവിടെ വെറുതെ പഴംതുണി പോലെ കിടക്കുന്നത്. നമ്മൾ നടന്ന് വീണ്ടും ഇവിടെ എത്തി. നമ്മൾ വീണ്ടും നടന്ന് ഇവിടെ തന്നെ എത്തി. ദാണ്ട വഴി, അവിടെ കുറേ പിള്ളേർ കളിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ഒരു സാധനത്തിനെ കാണാൻ പറ്റുന്നുണ്ട്, അത് കണ്ടോ? ഇത് അന്ന് കണ്ട ഡോഡ്ജല്ല, ഇത് വേറൊരു ഡോഡ്ജ്. പക്ഷേ ഇത് ചലഞ്ചറാണോ ചാർജറാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് വെറൈറ്റി സാധനം കേട്ടോ. എനിക്കിതും കൂടെ കഴിച്ചാൽ എൻ്റെ മോനെ കിട്ടുന്ന സാധനം. മറ്റേ അന്ന് കണ്ട സാധനം അല്ലെങ്കിലും ഇച്ചിരി മോഡിഫൈഡ് ചെയ്തൊരു സാധനം, വെറൈറ്റി സാധനം. ഇതുണ്ടാ സ്കാറ്റ് പാക്ക്. ലുക്ക് നോക്ക് മോനെ, ഒരു ഡബിൾ ലുക്ക്, ഏറ്റവും ലുക്ക് അതിന് പണ്ടാലും. ഏയ് എന്താ വേറെ ഫോണിൽ തട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ മറ്റേ സാധനം നിൽക്കുന്നുണ്ടോ, മറ്റേ ഒരു പൂവിൻ്റെ പേരെ ചേർന്നൂടെ, ബൊഗൈൻവില്ല. ഇതാണോ ഈ ബൊഗൈൻവില്ല? ഏതാണെന്ന് അറിയുള്ളൂ, പക്ഷേ അതുപോലത്തെ ഒരു കളറുള്ളൊരു ചെടി. പക്ഷേ ഇതിൻ്റെ ഒരു ലുക്ക് മോനെ മാരക ലുക്ക്, ചേച്ചാതി ലുക്ക്. അത് അമ്മ എവിടെ നിന്നാലും പണ്ടാരത്തിന് കൊടുക്കാത്ത ഫാൻ ബേസുമാണ്, കൊടുക്കാത്ത ലുക്കുമാണ്. നമ്മളപ്പോൾ വീണ്ടും നടന്ന് ഇവിടെ എത്തി. അന്ന് നമ്മൾ ഇതിലെ കൂടെ നടന്നാണ് അങ്ങോട്ട് പോയത്, ആ മുണ്ട് കൊടുത്തുകൊണ്ട്. ഇതെന്തോ ഗവൺമെൻറ് ഓഫീസാണ്, പക്ഷേ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ലാംഗ്വേജിലാണ്. അറബിയാണ്, ഏത് ലാംഗ്വേജാണെന്ന് എനിക്കറിഞ്ഞൂടാ.
ഇവിടുത്തെ ഭാഷ, അതുകൊണ്ട് വായിക്കാൻ അറിഞ്ഞൂടാ. ഇംഗ്ലീഷൊന്നും കാണുക പോലുമില്ല. എന്തോ വലിയ കെട്ടിടമാണ് ഇവിടുത്തെ. കോട്ടിയൊക്കെ ഉണ്ട് ഒമാൻ്റെ. അമ്മ, പക്ഷേ ഈ സാധനം ഇങ്ങനെ ഫ്രെയിമിൽ കിടക്കണതാണ് എന്താ രസം. നമുക്ക് എന്തായാലും അങ്ങോട്ട് നടന്നു. അവിടെ എന്തോ JCB ഒക്കെ കിടപ്പുണ്ട്, അങ്ങോട്ട് പോവാം. ഞാൻ വിയർത്ത് ഒലിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ചൂട് കൂടുതലാണ് ഇവിടെ. ഇത് കണ്ട, ഒരാൾക്കാണ് ദേഷ്യം വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചൂട് കാരണം. അതാണ് ഇവർക്ക് പിടിക്കാത്തത്. ഫോണിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് തട്ടറുണ്ട്. അയ്യോ, ഞാൻ വിയർത്ത് ഒലിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. മോക്ക് ഒലിച്ചൊലിച്ചൊലിച്ചൊലിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ എന്തൊക്കെയോ പറയുന്നുണ്ട് എൻ്റെ അടുത്തിട്ട്. എന്താ പറയണം നാളെ? അയ്യോ ഐശ്വടാ, ലൈറ്റൊക്കെ വീണ് തുടങ്ങിയോടെയൊക്കെ ഫ്രെയിം കൊള്ളാം. ഇവിടെ ഇങ്ങനത്തെ കുറച്ച് നല്ല വെള്ളമുണ്ട്. ഗുഡ്. ഇത് കൊള്ളാം. അവിടെ എന്താ JCB ആണെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ എല്ലാം ഉണ്ട് കേട്ടോ. ഓരോരുത്തേക്ക് ദേഷ്യം വന്നിട്ട് ഫോണിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് തട്ടുക. നിനക്ക് ഈ വിശ്വാസത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കം കണ്ടുകൊണ്ട് ഇവിടെ പിടിച്ച് തട്ടറുണ്ടോ അവിടെ ഇരുന്ന്. ഇത് കൊള്ളാം. വീണ്ടും ഒരു ഫ്രെയിം. എൻ്റെ മോനെ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ സാധനങ്ങൾ കാണാം. എന്നാൽ പക്ഷേ ഇന്നിച്ചിരി ലേറ്റായി പോയി. നമ്മൾ സാധാരണ ഇറങ്ങുന്നതിൽ ലേറ്റായി പോയി. നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഈ സാധനം ഇരിക്കുന്നതാണല്ലോ. എന്താ സാധനം എന്ന് എനിക്ക് പറഞ്ഞോളൂ. ഇറ്റാജി എൻവോൾവ്മെൻറ്റ് ഫൗണ്ടേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആരെയൊക്കെ നമ്പർ വെച്ചിട്ടുണ്ട്. ഫോണിൻ്റെ ഫോണെന്ന് തുണി, ചെരുപ്പ്, ബാഗ് ഇതിൻ്റെയൊക്കെ പടം വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി ഒരു സാധനമായിരിക്കും തോന്നുന്നുണ്ടാ. നമ്മുടെ വേസ്റ്റ് ബിൻ പോലെ തന്നെയുണ്ട് അവിടെ. ഫുഡ് ഹിയർ ടാങ്ക്സ്, ബാക്കിയെല്ലാം അറബിയിൽ എഴുതി വെച്ചേക്കണം. ഇത് മറ്റേ ആമളപ്പെട്ടി കാണിക്കുകയും പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അറബിയിൽ എഴുതി വെച്ചിരിക്കണം. ആ പടത്ത് ഇത് മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. കണ്ട, ഇറ്റാജി എൻഡോവെൻമെൻറ്റ് ഫൗണ്ടേഷൻ. സ്പെല്ലിങ് കറക്റ്റാണ്. എൻവയോൺമെൻറ്റ് ഫൗണ്ടേഷനാണ് ഉദ്ദേശിച്ചത്. അതിനി ഇതിങ്ങി എല്ലാം അർത്ഥം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെരുപ്പിൻ്റെ തുണീൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്, ബാഗിൻ്റെ ഒക്കെ പടം വെച്ചിട്ടുണ്ട്. കണ്ടത് കായ്ക്കവഞ്ചി പോലെ ഇരിക്കുന്നു ആമളപ്പട്ടി. ഇവിടെ 48-18 എഴുതി വെച്ചിട്ടുണ്ട്. വേണ്ട, ഇവിടെ 50-37, അവിടെ 48-18. എല്ലായിടത്തും വേഗം എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം അറബിയിലാണ്, അതാണ് പ്രശ്നം. കണ്ടു, ചെറുക്കനൊരു സുനാമീൻ്റെ പോണി. സാധനത്തിൻ്റെ പേരെന്തോരെന്ന് എന്തൊരു സാധനം. വീണ്ടും പൂച്ച. ഈ വഴി ആമളപ്പെട്ടി, വീണ്ടും ഒരു ഇടവഴി, വേസ്റ്റ് വഴി. നമ്മൾ അന്നേരം ദൂരെ നിന്ന് കണ്ട സ്ഥലം. ഇവിടെയൊക്കെ ലൈറ്റ് വീണ് നമ്മൾ ലൈറ്റായിപ്പോയി. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ ഇരുട്ടായിരിക്കും മൊത്തം. കഴിച്ചിട്ട് താമസിച്ചുപോയി. സാധാരണ നമ്മളൊരു 5:30-6 മണി സമയത്തൊക്കെയാണ് നമ്മൾ നടക്കാറിറങ്ങണം. ഇന്ന് ഇച്ചിരി താമസിച്ചുപോയി നമ്മൾ. ഇപ്പം എനിക്ക് തോന്നുന്നു 7:30 7:00 ആയി കാണും. മറ്റേ ഫോൺ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ടൈം എത്രയാണെന്ന് അറിയത്തില്ല. അവിടെ നാട്ടിലിപ്പം 8:26 ആയിട്ടുണ്ട്. നാട്ടിലത്തെ സമയമാണ് പറയുന്നത് 8:26. ഇവിടെ 7:30 വല്ലതൊക്കെ ആയിക്കാണും. അതായത് 1.5 മണിക്കൂർ ഡിഫറൻസാണ് നമുക്കും നാടും ഇവിടെയും തമ്മിലുള്ളത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ കിതച്ച്. ഇതെന്തോ മറ്റേ ഹെവി എക്യുപ്മെൻറ്റ്സ് ആണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ചെന്നൊരു CV അയച്ചു കൊടുത്താൽ ഇവിടെ ചെന്നിട്ട് ക്യാറ്റിന് വണ്ടിയൊക്കെ കിടക്കണം. എനിക്കൊന്ന് വർക്ക്ഷോപ്പാണെന്ന് തോന്നുന്നു. അവിടെ ലൈറ്റൊക്കെ ഇട്ട് കണ്ട വൈകിട്ടത്തെ വൈബാണ്. ഇവിടെ വീണ്ടും ഡെഡ് ബെൻഡ്. നമ്മൾ വീണ്ടും NH ഹൈവേയിലേക്കാണ് പോകുന്നത്. ഒരുത്തിക്കാണെങ്കിൽ ബഹളം തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? നേരം വർത്താനം പറയാനുണ്ടല്ലോ. ക്യാമറ നേരെയാക്കുമ്പോഴത്തേക്കും ഒക്കെ ഒന്നും ഉണ്ടായില്ല. അലം കിടന്ന് ചലിച്ചുകൊണ്ടിരിക്കും. അതുകൊള്ളാമല്ലേ? അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക്? എന്താ പ്രശ്നം? എന്താ ബഹളത്തിൻ്റെ കാര്യം? എന്താ? ഓക്കെ, ഇത് വർക്ക്ഷോപ്പാണ് കേട്ടോ. ഹെവി എക്യുപ്മെൻറ്റ്സിന്. ഐ മീൻ ഹെവി അല്ല, ഇത് റോഡ് പണിക്ക്. ഹെവി തന്നെ. അതായത് റോഡിലൊക്കെ എടുക്കുന്ന എത്തി ഫോണെ തട്ടി തുടങ്ങി. ഇത് മറ്റേ ഇതാണ് സാധനം. റോഡ് പണിക്കൊക്കെ കൊണ്ടുവരുന്ന സാധനം. ക്യാറ്റിൻ്റെ മെഷീനാണല്ലോ ഇത്. ക്യാറ്റുണ്ട്, ഹിറ്റാച്ചിയുടെ ഉണ്ടെന്ന് തോന്നുന്നു. ഹിറ്റാച്ചിയുടെ എന്തോ ഒരു കൊണ്ടാരകത്ത് കിടപ്പുണ്ടല്ലോ. വർക്ക്ഷോപ്പാണ് ഗേസ്. നമ്മൾ നടന്ന് ഇവിടെ എത്തി. ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് റൂമിലേക്ക് എത്തണം. ഞാൻ വിയർത്ത് കുളിച്ച് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, കണ്ട ഒരാളുടെ സ്വഭാവമൊക്കെ മാറി. എൻ്റെ നൊരയും പതയും വന്ന് വരുത്തിയ സ്വഭാവമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അലമ്പ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നടക്കാം. ഞാൻ വിയർത്ത്, ഷർട്ടൊക്കെ വിയർത്ത്. പക്ഷേ ബനിയൻ വിയർത്ത്. ഷർട്ടല്ല ബനിയൻ, ഐ മീൻ ടീഷർട്ട് എന്ന് വേണം പറയാം. ബനിയൻ എന്ന് വേണം പറയാം. എനിക്ക് അറിഞ്ഞൂടെ ഇത് അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ നിന്ന് തന്നെ ഇടവഴിയുണ്ട്, അങ്ങനെ കയറി പോകാമെന്ന് വിചാരിക്കുന്നു.
അത് വിയർത്തി, മൊത്തം വിയർത്തി. ഇത് നനഞ്ഞിരിക്കുക. ഒരുത്തിരെ ബേളം തുടങ്ങിയിട്ടുണ്ട്. അലമ്പാന്ന് പറയാം. ബസ്സൊക്കെ കിടക്കുന്നുണ്ട്, ബസ്സൊക്കെ കിടക്കുന്നുണ്ട് സൈഡിൽ. നമുക്ക് എന്തായാലും വീണ്ടും നടക്കാം. എല്ലാവരും നോക്കുമ്പോഴത്തേക്കും ക്യാമറ നോക്കി കൊച്ചിനെ പിടിച്ച് എന്തെങ്കിലും കാണിച്ചോണ്ട് നടക്കണമെന്നാണ് വിചാരം. കാറിൽ പോകുന്നവരൊക്കെ നോക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഈ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ ആ പെട്ടിയില്ല, ഞങ്ങളുടെ പെട്ടി, ആ ഒരു വേസ്റ്റ് ബിൻ പോലത്തെ ഒരു സാധനം കാണിച്ചില്ല. അതിൻ്റെ ദൂരത്തോട് നിന്നപ്പം ഒരു പുള്ളിക്കാരിങ്ങനെ നോക്കൊണ്ട് പോകുന്നു. അപ്പോൾ എന്തെങ്കിലും കാണിച്ചു വന്നു. അത് ഇവിടുത്തെ ആൾക്കാരാണെന്ന് തോന്നുന്നു, ഒമാനീസാണെന്ന് തോന്നുന്നു. അവർ പറയുന്ന ഭാഷ ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് എന്തായാലും നടക്കാം. ഇവിടെ ഒരു പള്ളീൻ്റെ ഗോപുരമുണ്ട്. നടന്ന് ഏതോ പഞ്ചായത്തിലെത്തി. അവിടെ ഒരു കോഫി ഷോപ്പ്, ഇവിടെ കോഫി ഷോപ്പ്, എന്തോ ഒരു ഗ്രൗണ്ട്, അവിടെയൊക്കെ പിള്ളേർ നിൽക്കുന്നുണ്ട്. അവിടെ ദൂരത്തൊരു ഹമ്മർ കിടപ്പുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അതേ അവിടെ ഒരു ഹമ്മർ കിടപ്പുണ്ട്. ഗൈസ് അങ്ങോട്ട് പോകണമെന്നുണ്ട്. എനിക്കിനി ഇങ്ങോട്ടുള്ള വഴി അറിയാത്തതുകൊണ്ട് ഞാനിവിടെ പെട്ട് നിൽക്കുന്നതാണ്. നമുക്ക് എന്തായാലും അടുത്ത കണ്ടം പിടിച്ച് നോക്കാം. അടുത്ത വഴി കണ്ടുപിടിച്ച് നമുക്ക് പോവാം. ഗൈസ് ഫുള്ള് ഇട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു മാൻഡ് സാധനങ്ങളെ കൊണ്ട് ട്രെയിനാണെന്ന് തോന്നുന്നുണ്ടോ. എവിടെയാണോ എന്തോ നമ്മുടെ മറ്റേ സ്ഥലമൊന്നും കാണില്ല. അതാണ് ആ പള്ളി. എൻ്റെ ഊഹശരിയാണ്, അവിടെയാണെന്ന് തോന്നുന്നു ആ പള്ളിയും തോന്നുന്നു. ഇവിടെ വഴിയുണ്ട്. നമുക്കെന്തായാലും അങ്ങോട്ട് ചാടി നോക്കാം. അല്ലെ വന്ന വഴി നടക്കേണ്ടി വരും ഇനി. അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ എവിടെയാണെന്ന് എനിക്കൊരു കുഴപ്പമില്ല. കണ്ട ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഫുള്ള്. അവിടെ ഹമ്മറൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോകാത്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇരുട്ടായിട്ടുണ്ട്. വഴി അറിയാൻ മേലെ വെറുതെ ഇടം തിണ്ടത്തിരിക്കേണ്ടതെന്ന് വിചാരിച്ചാണ് ആക്കണം. പക്ഷേ ഈ ഫ്രെയിം കൊള്ളാം കേട്ടോ. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. നമുക്കെന്തായാലും അടുത്ത വഴി കിട്ടും. ഇല്ല കാണാൻ പറ്റുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ലത് കണ്ട നല്ലപോലെ കുളിച്ച് നിൽക്കുകയാണ് ഞാൻ. ഒരാൾ നേരത്തെ കുളിച്ച് മറ്റേ നനഞ്ഞ് നിൽക്കുവാണ്. ഒരു ഇതിൻ്റെ മറ്റേ എന്താണ് നമ്മുടെ ആര്യോപ്പിൻ്റെ താഴെ വന്ന് നിൽക്കുക. നമുക്ക് വഴി തെറ്റിയിട്ടില്ലതേ. നമ്മൾ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് നമ്മളെ തന്നെ വന്നിട്ടുണ്ട്. കണ്ട നമ്മൾ നമ്മുടെ മറ്റേ എന്താണ് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വിയർത്തൊന്ന് കാണിച്ചു തരാം. നമുക്കിപ്പം ഡീറ്റെയിൽ കാണിച്ചു തരാം. ഐ മീൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് മറ്റേ ഇതിൻ്റെ അവിടെയാണ്. അതെ മറ്റേ ബിൽഡിങ്, ആ ഉമ്മാൻ്റെ കൂടിയുള്ള സാധനം എൻ്റെ ചുവട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലെ കൂടെയാണ് പോകുന്നത്. അവിടെ നിന്നൊരു വഴിയാണ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതാണ് മറ്റേ നമ്മളന്ന് അവിടെ നിന്ന് കണ്ട വഴികളാണ് കാണുന്നത്. നമ്മൾ അന്ന് ആ റോഡ് വന്ന് ഇല വന്നിട്ട് ഇവിടെയൊക്കെ മറ്റേ കാണാം ഫിഷ് സൈഡ്. ഇത് പക്ഷേ വേറെ സ്ഥലമാണല്ലോ. അല്ലല്ല ഇത് തന്നെ ഇതൊന്ന് ബാർബർ ഷോപ്പ് ഒക്കെ തന്നെ. ഞാൻ മറ്റേ ഫോൺ നമുക്ക് വീണ്ടും മറ്റേ ഇവിടെ തന്നെ വന്ന് കയറി നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴിയൊക്കെ ഈ വഴി ഒരാൾക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ചൂടടിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ കരക്ക് എന്താണ് തോന്നുന്നത് എൻ്റെ പ്രശ്നം. ക്യാമറ കണ്ടപ്പോഴത്തേക്കും ഒക്കെ ഒന്നും ഉണ്ടായില്ല. അവയും മുമ്പ് നമ്മളെന്തെങ്കിലും പറയുമ്പോൾ കിടന്ന് ചലച്ചുകൊണ്ടിരിക്കും. സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ വഴി ഞങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. ഇതാണ് നമ്മൾ അന്ന് വന്ന വഴി. ഇവിടെ ലൈറ്റൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ കിടിലൊരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മളിന്ന് കറങ്ങിയത് വീണ്ടും നമ്മൾ അങ്ങറ്റം പോയി. അതായത് അവിടുന്ന് അങ്ങ് കറങ്ങി ചുറ്റിങ്ങി വന്നത്. നിൽക്കുന്ന സാധനത്തിൻ്റെ പേര് എനിക്കറിയാം. മുരിങ്ങയ്ക്കയാണ് നിൽക്കുന്നത്. തൂങ്കളാണ് അതുകൊണ്ടാ ഈ കാണാണ്ടോ മുരിങ്ങയ്ക്കയാണ് ഇതല്ല. പക്ഷേ ക്രീം കൊള്ളാം കേട്ടോ. ലൈറ്റ് കണ്ടിട്ട് ഒരാൾക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും നല്ലപോലെ വിയർത്തിട്ടുണ്ട്. രണ്ടുപേരും നല്ലപോലെ വിയർത്ത്. എന്തായാലും ഞാൻ ഇതുപോലെ നടന്നിട്ടില്ല ഇങ്ങനെയൊന്നും. നല്ല രീതിയിൽ ഞാൻ നടന്നു. എന്താണ് ഇത് പിന്നെ തോളായിരിക്കുന്ന പറഞ്ഞാൽ അങ്ങനെ നടക്കണില്ല. വെറുതെ എന്തൊക്കെയോ ചൂടടിച്ചിട്ടാണ് ഈ കിടന്ന് നടന്നിരിക്കുന്നത്. ഞാൻ നടന്ന കാരണം എനിക്കെന്തായാലും പിത്തമൊക്കെ ഇളകിയിട്ടുണ്ടാവും. ഇവിടെ നല്ലൊരു ഫ്രെയിമാണ് വന്ന് കയറിക്കണത്. ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായി ഇതിനകത്ത് എടുക്കാൻ വീഡിയോ. നൈറ്റ് വിഷ്വൽസ് എടുക്കാൻ നല്ല രസമായി ഫോണിനകത്ത്. വീണ്ടും നമ്മൾ നമ്മുടെ പഴയ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഗൈസ് എൻ്റെ നാവിലേക്ക് വെള്ളം പറ്റി. അയ്യോ അവിടെ എന്തൊക്കെ വീണ്ടും പള്ളി നടന്ന് എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിലെത്തിക്കുക. എൻ്റെ കൈ തൊട്ട് ഫുള്ള് ഞാൻ ഉയർത്തിരിച്ചു. നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. കേട്ടാ എൻ്റെ ഇദ്ദേഹത്തിൻ്റെ മൂന്ന് നോക്ക് തലയൊക്കെ നോക്കും ചാപ്പർ പരുവത്തിലേ. നമുക്ക് ഇപ്പോൾ ഒരു ആശ്വാസം കേട്ടോ ലൈറ്റ് ഉണ്ടപ്പോൾ. അപ്പം ഇത്രയുള്ള ബ്ലോഗ് ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് മറ്റൊരു ബ്ലോഗ് ഒരു ബൈ പറഞ്ഞു. ബൈ ടാറ്റാ.